റോഡിൽ ഇറങ്ങിയതാണ്. നമ്മൾ എൻസി നമ്മൾ സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്യാൻ നമ്മൾ കുറച്ച് ദിവസമായി വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ രീതിയിൽ തന്നെ നമ്മൾ മോഡിഫൈ ആവുന്നത് കാണുമ്പോൾ എല്ലാവർക്കും നമ്മുടെ എൻസി ആയിട്ട് ഒരു ജോക്കറെ പോലെ തോന്നുന്നു. പക്ഷെ എനിക്ക് ഇതേപോലെ കാണാൻ ഇഷ്ടം രസം. കാരണം നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ഇറങ്ങിയതാണ്. ഓഫ് റോഡൊക്കെ ഇറങ്ങുമ്പോൾ നല്ലതല്ല പെട്രോളൊക്കെ അടിക്കണ്ടേ? കാര്യമില്ല. അപ്പം നമ്മളിതൊരു പെട്രോൾ അടിച്ചിട്ടില്ല, അവിടെ നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്രോൾ നിർത്തിയാവുള്ളൂ. ഈ ഗിയർ ബോക്സ് നടക്കാം. 46 റുപ്യ ഇപ്പോൾ പൂജയായിട്ട് അടിപൊളി 2 പൂജ. 1 റുപ്യയിലും കയ്യില്ല, എന്നാലും ഒരു ഫോൺ കാണിച്ചാൽ കേട്ടോ. 1 റുപ്യയിലും കയ്യില്ല, എന്നാലും നമ്മളിത് പൈസ കളിച്ചെടുക്കും. നമ്മൾ പോകുന്നതായിരിക്കും ലെസ് 22 കാട്ടിലെ എന്ത് ലെസ്സാണ്. അല്ലെങ്കിൽ ലെസ് 23 നമ്മുടെ പൈസ ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് കിട്ടും. ഫുൾ ഐസ് ടാങ്ക് ഫുൾ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറ്റി കൊണ്ടുപോകും. തീർച്ചയായിട്ട് ഇത്ര പിടിക്കില്ല. എങ്ങോട്ടാണ് കാല് കൊടുക്കുമ്പോൾ കൊണ്ട് കുറക്കുന്നു. നല്ലോണം കാല് കൊടുത്തതിന് കൊണ്ട് നല്ല സ്പീഡിൽ നമ്മൾ സെറ്റാത്തുണ്ട്. പണ്ടത്തെ പോലെ റോഡത്ര കാലൊക്കെ ഉണ്ട്. ഓഫ് റോഡൊക്കെ വന്നു കഴിഞ്ഞാലേ ഈ ബ്രേക്കില്ലാത്ത വണ്ടി വല്ല ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വരരുത്. ബ്രേക്കില്ലാത്ത വണ്ടി കേസ് മിനിറ്റ്. അപ്പോൾ ഞാൻ ഒരു ഗുളിക കഴിക്കാൻ പോയിട്ടാണ്. എനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ട് ഗുളിക കഴിക്കാൻ പോയിട്ട് വന്നതായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും സബീനും എൻ്റെ ഒരു എഫോർട്ടേ. നമുക്ക് ഒറ്റ ഹാൻഡിൽ ഓടിക്കാം. ഇതിലോട്ടൊക്കെ നമുക്ക് ഇരുട്ടിങ്ങനെ ഞാൻ ഓടിക്കാം. എന്ത് രസമായി ഇതാണ് ഗായ്സ്. ഇതൊക്കെ ചെറിയ ഓഫ് റോഡിന് അർത്ഥം പോലും എത്തിയിട്ടില്ല. ഇനി ഇതൊക്കെ കയറി പോകുന്നത് മല മുകളിൽ. മരം ഇപ്പം ആ മരത്തിലുള്ള കൊമ്പ് നമ്മൾ വായിക്കേറി പോയത്. ഇടിച്ചു അതാണ്ട് ഇടിച്ചിട്ട് ചളിയാണ് ഈ സൈഡ്. പക്ഷേ എൻ്റെ വണ്ടി ഇടിച്ച് വെറുതെ വേണ്ടാത്ത കാര്യം കൂടി ചെയ്തിട്ട് കിട്ടിയത്. കുഴപ്പമില്ല, നമുക്ക് എയിലോട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഓഫ് റോഡ് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാം നല്ല പൈസ കയ്യിൽ മുട്ടും. പൈസ കയ്യിൽ നിന്ന് മുട്ടാൻ കയ്യിലൊന്നുമില്ല. അതിൽ ഈ ഗെയിമിലെ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. എന്തൊരു കുഴിക്കോ. അപ്പോൾ രണ്ടാമത്തെ സൈഡും പൊക്കോ. രണ്ടാമത്തെ സൈഡൊന്നും ആയിട്ടില്ല. ഇപ്പോഴത്തെ സൈഡാണ് മറ്റേ ഇതായ. ഇപ്പുറത്തെ സൈഡിന് വാശി കൂടുതലാണ്. അതാ അതിലൂട്ട് വഴി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൂട്ട് പോകണം. നമുക്കതിന് മലമുകളിലോട്ടൊക്കെ ഒന്ന് എത്താമല്ലോ. എന്നാലും വെറുതെ അവന് ചാടിപ്പിച്ച്
ഫോണിൽ ഞാൻ കാർഡ് കൊടുക്കാത്തോണ്ട് ഇങ്ങനെ വെച്ച് എനിക്ക് തിരിയുന്നില്ല. അതുകൊണ്ടാ ഡോർ വന്നു. നമ്മൾ ടോപ്പിലെത്തി. പക്ഷേ ഈ ടോപ്പിൽ നിന്ന് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇടാണ്ട് വന്നു വെച്ച് താഴോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ പണിയായി. വീട്ടിലും വ്യൂ എന്താ അവിടെ നിന്ന് വേണ്ട. നമ്മൾ വന്ന വഴി ഫോൺ വെച്ച് ബാക്കിലോട്ട് പോയി കാണിച്ചു തരാം. അതിലൂട്ട് കയറി ഇതിലൂട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അങ്ങനെ കയറി വന്നു. നമുക്ക് വേഗം പോയി തന്നെ എടുക്കാം. താഴേലോട്ട് ഇങ്ങനെ താഴേലോട്ട് പിടിക്കാം. എന്നിട്ട് താഴേലോട്ട് പോവാ. സൂം ചെയ്യാം. കിട്ടിൻ്റെ ഷോട്ട്. നമുക്കിനി മുകളിലോട്ട് പോവാം. കുറച്ച് മുകളിലോട്ട് പോവാം. ശവനിയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. നമുക്ക് വണ്ടിയിൽ തന്നെ കയറിയിരിക്കാം. ഇവിടെ രാത്രി നിൽക്കുന്ന അത്ര സേഫില്ല. അവിടെ പുലിയൊക്കെ ഇറങ്ങുക. നമ്മൾ ഓടിക്കുന്ന വെച്ചാൽ നമ്മളതിൽ ആനയല്ലേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദൂരെ ഇങ്ങനെ പിടിച്ചൊരു വിളിക്കാൻ നിർത്തേക്കാം. ഈ കാർ പാർക്കിംഗ് മലപ്പുറത്തിൽ അതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കുക. നമുക്ക് ഇവിടുന്ന് ഇനി ഇറക്കാൻ പറ്റും. ഇതൊക്കെ സിമ്പിളായിട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത്. കാരണം നമ്മളെ വണ്ടിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ വല്ല M5 എടുത്തിട്ട് വന്ന് നോക്കിയേ. M5ൻ്റെ ഇത് വെള്ളം ചണിങ്ങിപ്പോയിട്ടുണ്ട്. അതാണ് ചെറിയ ചടങ്ങുകളൊക്കെ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എൽസിൻ്റെ ടയർ ഇടുകയാണെങ്കിൽ ഓഫ് റോഡിൻ്റെ ടയർ ഇടാൻ പാടില്ല. പിന്നെ ഞാനിട്ട ടയർ ഇടാൻ പാടില്ല. നല്ല പവറുള്ളൊരു ടയർ വെച്ചിട്ട് ഇങ്ങനെ ഓഫ് റോഡിന് വണ്ടി എങ്ങനത്തെ രീതിയിലാണോ കയറിപ്പോൾ ആ രീതിയിൽ തന്നെ കയറിപ്പോയി. പക്ഷെ ചില സ്ഥലത്ത് മാത്രം കയറിപ്പോയില്ല. ഇപ്പം ഞാൻ എല്ലാ ഓഫ് റോഡിലല്ലേ വണ്ടി കയറിപ്പോകുന്നു. കാരണം വെച്ചാൽ പണ്ട് കയറിപ്പോയിരുന്നു. പണ്ട് ഫുള്ളിതേന് എന്ന് പറഞ്ഞാൽ ഫുള്ള് മറ്റേ ഒരു കയറ്റം പോലും ഈ വണ്ടി കയറാൻ പറ്റില്ല ഓഫ് റോഡൊന്നും. ഇപ്പോൾ വണ്ടി ഗിയർ അനങ്ങുന്നില്ല. ഗിയർ അനങ്ങുന്നില്ല. ഇതൊന്നാണ് ഗിയർ അനങ്ങാത്ത. ഗിയർ അനങ്ങി ചില സമയത്ത് ഗിയർ അനങ്ങില്ല. ഇതിൻ്റെ ഗിയർ പ്രോബ്ലം ഞാൻ റെഡിയാക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ വണ്ടി റിപ്പയർ ചെയ്യണം. എന്തായാലും ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ഉയരത്തിലെത്തുമ്പോഴത്തേക്ക് എത്ര മുകളിൽ നമ്മൾ എത്തിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കിക്കോ. ഇത് മുകളിലോട്ട് പോയേക്കാം. പോക്കാണ് ഈ വണ്ടിക്ക്. സസ്പെൻഷൻ ഫുള്ള് കൂട്ടിയിട്ടിട്ടാണ് വരാവുക. സെഡാൻ വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ പാടുപെടും. സബ്സ്റ്റൻഷൻ കൂട്ടിയിട്ട് പറയാൻ പറ്റുന്നില്ല. സബ്സ്റ്റൻഷൻ നമുക്കൊന്നും കിട്ടില്ല. അങ്ങനെ സബ്സ്റ്റൻഷൻ കൂട്ടിയിട്ട് ഇതാവും. അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് അല്ലേ ഇരിക്കുന്നത്. ചവിട്ടി വിടണോ? 41,000 ഉറുപ്പിക നമ്മളെ ഒന്നും കഴിക്കില്ല. ഇഷ്ടംമാതിരി പെട്രോൾ അടിക്കാം. കുറേ പ്രാവശ്യം ഫുൾ ടാങ്ക് അടിക്കാം. നമ്മൾ ഈ വണ്ടി പറ്റി ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്നത് നമുക്ക് വലിയ ഇല്ല. നമ്മൾ വലിയ പ്ലാൻ ഇട്ടിട്ടൊന്നല്ല വരുന്നത്. ഇതിന് വെറുതെ നമ്മൾ ഇതിന് പറയുന്നത് സോളോ ഓഫ് റോഡ് ട്രിപ്പ്.
നമ്മുടെ ഒറ്റയ്ക്ക് ഓഫ് റോഡ് ഇങ്ങനെ ചെയ്തു എന്തോ ഒരു രസമെന്നറിയോ ഗൈസ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തു നമുക്കറിയാം ഒറ്റയ്ക്ക് ഇങ്ങനെ സൂയി അയ്യാ ഗൈസ് വണ്ടി ഇതാ പോടാ ഈ വണ്ടി മറിഞ്ഞിട്ട് ഈ നേരെ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഈ വീട് വെച്ചിട്ട് ഒരു പറത്തന ഏതാ സെറ്റ് പിക്കറ്റ് കിട്ടി അയ്യാ ഇതെല്ലാം അങ്ങനെ ചാടിപ്പോകുമ്പോൾ പിക്കൊക്കെ കിട്ടില്ല പിക്കറ്റ് ഗൈസ് അയ്യാ എൻ്റെ വണ്ടി പോയേ എൻ്റെ വണ്ടി വണ്ടി പോയില്ല അയ്യോ വേൾഡ് അവിടെ എൻഡായിപ്പോയി ഗൈസ് അപ്പോൾ അവിടെ വേൾഡ് ഗൈസ് അവിടെ വേൾഡ് എൻ്റെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോവാം ഇങ്ങനെ പോവാ ഈ വണ്ടിക്ക് കുറച്ച് കൺട്രോൾ പ്രോബ്ലം ഉണ്ട് അതങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും പക്ഷെ ഓഫ് റോഡിലൊക്കെ നല്ല കൺട്രോളാണ് നല്ല വണ്ടിയാണ് ഓഫ് റോഡ് പോകുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ വണ്ടിയാണ് ഇതാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കാവുന്ന വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് 1 കോടിൻ്റെ വണ്ടി എടുത്തത് ഈ വണ്ടിയാണ് 1 കോടി കഷ്ടപ്പെട്ട് ഞാൻ 1 കോടി ഉണ്ടാക്കി അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വല്ല എടുത്തത് ടാറ്റാ